1991 ഇറങ്ങിയ റൊമാന്റിക് കോമഡി ഡ്രാമ ഫിലിമാണ് മൈക്കിൾ. മാഡിസണിൽ ജീവിക്കുന്ന 11 വയസ്സുള്ള 2 കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പിന്റെയും സമ്മറിൽ അവർക്കുണ്ടായ അനുഭവത്തിന്റെയും കഥ കാണിക്കുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണിത്. സിനിമയുടെ തുടക്കത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് കാണിക്കുന്നത്. അവൾ അവളുടെ അച്ഛനോട് എനിക്ക് ക്യാൻസറിന്റെ ലക്ഷണങ്ങളുണ്ട്, ഞാൻ മരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അവളുടെ അച്ഛൻ അവളെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് അവൾ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പിള്ളേരോട് ആരൊക്കെ അകത്ത് വരുന്നുണ്ട്, അവർ കൈപൊക്കണമെന്ന് പറയുന്നു. അവരുടെ കൂട്ടത്തിൽ തോമസ് ജെ എന്ന് പറയുന്ന ചെറുക്കൻ ഞാൻ വരുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു പോകുന്നു. ബാക്കിയുള്ള കുട്ടികൾ അവളുടെ പുറകെ പോകുന്നുണ്ട്. അവൾ പിള്ളേരുടെ കയ്യിൽ നിന്ന് എന്തോ കാണിക്കാമെന്ന് പറഞ്ഞ് പൈസയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവൾ പിള്ളേരെയും കൊണ്ടുവരുന്നത് വീട്ടിൽ ശവപ്പെട്ടി വെച്ചിരിക്കുന്ന റൂമിലേക്കാണ്. അവൾ അവരോട് റെഡിയാണോ എന്ന് ചോദിച്ച് ശവപ്പെട്ടി തുറക്കുന്നുണ്ട്. എന്നാൽ അതിൽ ഒന്നുമില്ലായിരുന്നു. പിള്ളേര് അവളോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നു അവരെ കിട്ടുമ്പോൾ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാകില്ല, അതുകൊണ്ട് അവർ ഇതുവഴിയെല്ലാം അലഞ്ഞു തിരിഞ്ഞു നടക്കും. എന്നിട്ട് കഥകു തുറന്ന് കസേരയിലിരിക്കുന്ന ഒരു മുത്തശ്ശിയെ കാണിച്ച് അതാണെന്ന് പറയുമ്പോൾ പിള്ളേരെല്ലാം ജീവനും കൊണ്ട് ഓടുന്നു. അവൾ കസേരയിലിരിക്കുന്ന അമ്മൂമ്മയുടെ മടിയിൽ ഇരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മരിച്ച ആരുമല്ല, അവളുടെ അമ്മൂമ്മയാണ്. പിള്ളേരെ പറ്റിച്ച് ശവം കാണിക്കാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങി കൊണ്ടുവന്നതാണ്. അവളുടെ അച്ഛന് ഫ്യൂണറൽ പാർലർ നടത്തുന്നതാണ് വർക്ക്. അത് അവളുടെ വീട്ടിൽ തന്നെയാണ്. നമ്മുടെ പെങ്കൊച്ചിന്റെ പേര് വേദ എന്നാണ്. അവളുടെ അച്ഛൻ ബേസ്മെന്റിൽ ഒരു ഡെഡ് ബോഡി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദ അച്ഛന് സിഗരറ്റ് തരാൻ അവിടേക്ക് വരുന്നു. അവർ ജോലി ചെയ്യുന്നത് നോക്കാതെ ഫിത്തിയുടെ മറവിൽ നിന്നാണ് അവൾ സംസാരിക്കുന്നത്. അച്ഛനോട് തോമസിനെ അവൾ ഗെയിമിൽ തോൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അയാൾ അവൾ പറയുന്നതിനോട് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല. അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ആർത്തറിനോട് സംസാരിക്കുന്നുണ്ട്. വേദയുടെ അച്ഛൻ അവളോട് ഞാൻ എന്റെ ഹൈസ്കൂൾ ടീച്ചറിന്റെ ബോഡിയാണ് ക്ലീൻ ചെയ്യുന്നത്, അതുകൊണ്ട് മിണ്ടാതെ കേറിപ്പോകാൻ പറയുന്നു. വേദ കേറിപ്പോകുന്ന വഴി ആ മരിച്ചുപോയ ആളുടെ അസുഖമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കുന്നുണ്ട്. വേദയുടെ വീടിന് മുൻപിൽ ഒരു ക്യാമ്പർ വരുന്നുണ്ട്. അതിൽ നിന്ന് ഒരു പെണ്ണ് ഇറങ്ങുന്നുണ്ട്. അവളുടെ പേര് ഷെല്ലി എന്നാണ്. അവൾ വേദയുടെ അച്ഛനായ ഹാരിയെ കാണാൻ വന്നതാണ്. വേദ ഷെല്ലിയോട് മരണത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. ഹാരി അങ്ങോട്ടേക്ക് വരുമ്പോൾ ഹാരി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തത് കണ്ടുവന്നതാണ്. അവൾ ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ആൾക്കാരെയെല്ലാം ഈസിയായി കൈകാര്യം ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഹാരി പറയുന്നു ഞാൻ മരിച്ചവർക്ക് മേക്കപ്പ് ഇടാനാണ് ആൾക്കാരെ നോക്കുന്നത്. ഇത് ഫ്യൂണറൽ പാർലർ ആണ്, അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ബ്യൂട്ടി പാർലർ അല്ല. അപ്പോൾ ഡോറിലാരോ തട്ടുന്നുണ്ട്. അത് അവിടേക്ക് ശവപ്പെട്ടി കൊണ്ടുവന്നവരാണ്. ശവപ്പെട്ടി കുഞ്ഞതായതുകൊണ്ട് വേദ ഹാരിയോട് ചോദിക്കുന്നു എന്താ ഇത്ര കുഞ്ഞു ശവപ്പെട്ടി, കുട്ടികൾക്ക് വേണ്ടിയാണോ? ഹാരി പറയുന്നു അല്ല, ഷോർട്ട് പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഷെല്ലി അവൾക്ക് ഈ ജോലി വേണമെന്ന് പറയുന്നു. അവരങ്ങനെ കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ വേദയും തോമസും സൈക്കിളിൽ എവിടേക്കോ പോകുന്നതാണ് കാണിക്കുന്നത്. പോകുന്ന വഴി വല്ലവരുടെയും ഗ്യാരേജിലൊക്കെ കയറുന്നതിന് അവർ വഴക്കൊക്കെ പറയുന്നുണ്ട് പിള്ളേരെ. അവർ വരുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ വന്നിട്ട് നേഴ്സിനോട് വേദ അവൾക്ക് വയ്യ എന്ന് പറയുന്നു. നേഴ്സ് ഡോക്ടറിനെ വിളിച്ചിട്ട് വേദ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്, വയ്യ എന്നാ പറയുന്നത്, പക്ഷെ എനിക്ക് കണ്ടിട്ട് അസുഖമുള്ളതുപോലെ തോന്നുന്നില്ല എന്ന് പറയുന്നു. നേഴ്സിന്റെ സംസാരം കേട്ടാൽ അറിയാം വേദ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല ഹോസ്പിറ്റലിൽ വരുന്നത്. ഡോക്ടർ അവൾ ഹെൽത്തി ആണെന്ന് പറയുമ്പോൾ അവൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എനിക്കെല്ലാ സിംറ്റംസും ഉണ്ട് എന്ന് പറയുന്നു. ഡോക്ടർ അവളോട് അസുഖമാണെന്ന് പറഞ്ഞ് ഇവിടേക്ക് വരുന്നത് നിർത്തണമെന്ന് പറയുമ്പോൾ വേദ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. വേദ പുറത്തു വരുമ്പോൾ തോമസ് ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്ത് പറഞ്ഞെന്ന്. വേദ ഈ ഡോക്ടറെല്ലാം ഉടായിപ്പാണെന്ന് പറഞ്ഞ് സൈക്കിൾ എടുത്തുകൊണ്ട് പോകുന്നു. പിള്ളേരങ്ങനെ പോകുമ്പോൾ അവരുടെ ടീച്ചറായ ബിക്സ്ലർ വീടിന് പെയിന്റ് അടിച്ചു നിൽക്കുന്നത് കാണുന്നു. തോമസ് സമ്മറാണ്, ടീച്ചർമാരോട് സംസാരിക്കാൻ എനിക്ക് വയ്യ എന്ന് പറയുന്നുണ്ടെങ്കിലും വേദ സംസാരിക്കുന്നു. സാർ പെയിന്റ് അടിക്കുന്നത് കണ്ടിട്ട് വേദ ചോദിക്കുന്നുണ്ട് ഒരാൾക്ക് താമസിക്കാൻ എന്തിനാ ഇത്ര വലിയ വീട്, സാറ് ചിലപ്പോൾ ഒരാൾ കൂടി വന്നാലോ എന്ന് പറയുമ്പോൾ വേദയുടെ മുഖം മാറുന്നുണ്ട്. പെറ്റിനെ വാങ്ങാനാണെന്ന് സാർ പറയുമ്പോഴാണ് വേദയ്ക്ക് സന്തോഷമാകുന്നത്. സാറ് സമ്മറിൽ റൈറ്റിംഗ് ക്ലാസ് എടുക്കുന്നുണ്ട്. $35 ആണ് ഫീസ്. ഇതെല്ലാം സാറിനോട് അന്വേഷിച്ച് വേദ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പാട്ടൊക്കെ ഇട്ട് സാറിന്റെ ഫോട്ടോ നോക്കി കിടക്കുകയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ വേദയ്ക്ക് സാറിനോട് ഒരു ചെറിയ ക്രഷ് ഒക്കെ ഉണ്ട്. ഡിന്നർ ടൈമിൽ വേദ ഡൈനിങ് ടേബിളിന് താഴെ കിടക്കുകയാണ്. ഷെല്ലി വരുമ്പോൾ ഇത് കണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹാരി അവൾ അഭിനയിക്കുകയാണ്, അവളെ മൈൻഡ് ആക്കണ്ട എന്ന് പറയുന്നു. ഹാരിയും അയാളുടെ ചേട്ടനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ പാട്ട് പാടുന്നുണ്ട്.
എന്നാൽ അമ്മൂമ്മയെ അവർ ശ്രദ്ധിക്കുന്നില്ല. ഷെല്ലി ഇതെല്ലാം കണ്ടിട്ട് എന്താ സംഭവം എന്ന് നോക്കുന്നു. അടുത്ത ദിവസം ഷെല്ലി എവിടേക്കോ പോകാൻ ഇറങ്ങുമ്പോൾ പിള്ളേര് ഫ്രണ്ടിലിരുന്ന് ഗെയിം കളിക്കുന്നത് കണ്ട് അവളും അവിടെ ഇരിക്കുന്നു. അപ്പോൾ അതുവഴി വരുന്ന 3 പിള്ളേര് ഇവരെ നോക്കി വേദയും അവളുടെ ബോയ് ഫ്രണ്ട് ഇരിക്കുന്നത് കണ്ടോ, അവർ കിസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ബാക്കി പിള്ളേര് പോകുമ്പോൾ അതിലൊരു കൊച്ച് ഇവളെ നോക്കി പയ്യെ പയ്യെ പോകുന്നുണ്ട്. ഷെല്ലി തോമസിന് ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ അവൻ വേണ്ട, ഞാൻ അലർജിക് ആണെന്ന് പറയുമ്പോൾ വേദ അവന് എല്ലാത്തിനോടും അലർജിയാണെന്ന് പറയുന്നു. ഷെല്ലി വേദയുടെ റിംഗ് പിടിക്കുമ്പോൾ ഇത് മൂഡ് റിംഗ് ആണ്, എന്റെ മൂഡ് അനുസരിച്ച് കളർ ചേഞ്ച് ആകുമെന്ന് പറയുന്നു. ഇത് കേട്ട് തോമസ് ഞാനുള്ളപ്പോൾ എപ്പോഴും അത് ബ്ലാക്ക് ആണ്, അത് വർക്കാകില്ല എന്ന് പറയുമ്പോൾ വേദ പറയുന്നു നീ എന്നെ ബാഡ് മൂഡിലാക്കുന്നത് കൊണ്ടാണ് അതെപ്പോഴും ബ്ലാക്ക് ആയിട്ടിരിക്കുന്നതെന്ന്. എന്നിട്ട് ഷെല്ലിയോട് റൈറ്റിംഗ് ക്ലാസ്സിന് പോകാൻ എങ്ങനെ $35 കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇവൾക്ക് വട്ട, സാറിനെ കാണാനാണ് റൈറ്റിംഗ് ക്ലാസ്സിന് പോകുന്നതെന്ന് പറഞ്ഞ് തോമസ് അവളെ കളിയാക്കുന്നുണ്ട്. പിന്നീട് അവൾ ഹാരിയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് $35 തരാമോ, റൈറ്റിംഗ് ക്ലാസ്സിന് പോകാനാണെന്ന് പറയുന്നു. അച്ഛൻ അടുത്ത സമ്മർ ആകട്ടെ എന്ന് പറയുന്നു. അവൾ ബോൾ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉരുണ്ട് ഡെഡ് ബോഡിയൊക്കെ വെച്ചിരിക്കുന്ന ബേസ്മെന്റിലേക്ക് പോകുന്നു. അവളും പയ്യെ പേടിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഷെല്ലി അതുവഴി പോകുമ്പോൾ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് ഡോർ അടയ്ക്കുന്നു. അതേസമയം വേദ തിരിച്ച് പന്തെടുത്ത് ഓടി വരുന്നു. ഡോർ അടച്ചതുകൊണ്ട് തുറക്കാൻ പറ്റാതെ കൊച്ചു പേടിച്ച് കരയുന്നുണ്ട്. ഷെല്ലി ഇവളുടെ ശബ്ദം കേട്ട് അവളുടെ അടുത്ത് വന്ന് അവളെ കൂട്ടിപ്പോകുന്നു. പിന്നീട് ഷെല്ലി ഒരു ഡെഡ് ബോഡിയെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹാരിയോട് നോക്കാൻ പറയുന്നുണ്ട്. ഹാരി അവരുടെ പഴയ ഫോട്ടോ കാണിച്ച് ഇത് പോട്ടേഴ്സിന്റെ വൈഫാണ്, നീ എന്താ ഇവരെ ഹുക്കേഴ്സിനെ പോലെ ഒരുക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഈ പുള്ളിക്കാരി എല്ലാവരും ഇതുപോലെയാണ് ഇക്കാലത്ത് ഒരുങ്ങുന്നതെന്ന് പറയുന്നു. ഹാരി അവരെ പഴയ പോലെയാക്കി ഒരുക്കാൻ പറഞ്ഞു പോകുമ്പോൾ ഷെല്ലി ഹാരിയെ വിളിച്ച് വേദയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവൾ മരണത്തെ പറ്റി ഓർത്തിരിക്കുകയാണ് എന്ന് പറയുന്നു. ഹാരി അവൾ ഒരു ഫ്യൂണറൽ പാർലറിലല്ലേ വളർന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, അവൾക്ക് ഒരു കുഴപ്പവുമില്ല, എന്റെ മോളെ നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകുന്നു. ഷെല്ലി പുറത്തേക്ക് വരുമ്പോൾ പിള്ളേര് അവളുടെ ക്യാമ്പർ കാണണമെന്ന് പറയുന്നു. അവളും അതിന് അനുവദിക്കുന്നു. അവർ 3 പേരും ക്യാമ്പറിൽ കയറുന്നുണ്ട്. അവിടെ വെച്ച് ഷെല്ലി ഡിവോഴ്സ്ഡ് ആണെന്ന് വേദ അറിയുന്നു. പിള്ളേരെങ്ങനെ അവിടെല്ലാം നോക്കുമ്പോൾ വേദ ഷെല്ലി സേവ് ചെയ്തു വെച്ചിരിക്കുന്ന പൈസ കാണുന്നു. അവർ തിരിച്ചിറങ്ങാൻ നേരം വേദ എനിക്ക് ബാത്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നു. അടുത്ത സീനിൽ സാർ റൈറ്റിംഗ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേദ അവിടേക്ക് വരുന്നു. എല്ലാവരും അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വേദ അവൾ എഴുതിയ ഒരു പാട്ട് പാടുമ്പോൾ സാർ പറയുന്നു നീ നിന്റെ മനസ്സിലുള്ളത് പറയണം, നീ നിന്റെ സീക്രട്ട് എല്ലാം പറയണമെന്ന് പറയുന്നു. പിന്നീട് ഹാരി ട്യൂബ വായിക്കുന്നത് കേട്ട് ഷെല്ലി അവിടേക്ക് വരുന്നു. ഹാരി അവളോട് ദേഷ്യപ്പെട്ടതിന് സോറി ചോദിക്കുന്നു. ഹാരി പറയുന്നു വേദയുടെ അമ്മ മരിച്ചതിന് ശേഷം മുത്തശ്ശി ഇവിടേക്ക് വേദയെ നോക്കാൻ വന്നതാണ്. എന്നാൽ പ്രായമായതോടെ മുത്തശ്ശിയുടെ ഓർമ്മയും പോയി. അതിൽ പിന്നെയാണ് വേദ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പിള്ളേര് ലേക്കിന്റെ സൈഡിലിരുന്ന് മീൻ പിടിക്കുകയാണ്. തോമസിന് ഒരു മീനെ കിട്ടുന്നുണ്ട്. വേദ അതിനെ തിരിച്ചു വിടാൻ പറയുന്നു. തോമസ് ഞാൻ മീനെ തൊടില്ല എന്ന് പറഞ്ഞ് ചവിട്ടി അതിന്റെ ഹുക്ക് എടുക്കാൻ നോക്കുമ്പോൾ വേദ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഹുക്ക് എടുത്ത് മീനെ തിരിച്ചു വെള്ളത്തിലിടുന്നുണ്ട്. ഹുക്ക് എടുക്കുന്നതിനിടയിൽ വേദയുടെ കൈയും മുറിയുന്നുണ്ട്. തോമസ് ആ മീൻ ചത്തത് കാണുന്നുണ്ട്. എന്നാൽ വേദയോട് ആ മീൻ നീന്തിപ്പോയെന്ന് പറയുന്നു. വേദയുടെ കൈ മുറിഞ്ഞതിലൂടെ ചോര വരുമ്പോൾ തോമസിനോട് വേദ പറയുന്നു നമുക്ക് ബ്ലഡ് ബ്രദർ ആകാമെന്ന്. ചെറുക്കന്റെ കയ്യിലെ കൊതുക് കടിച്ചത് കുത്തിപ്പൊട്ടിച്ച് ചോര വരുത്തി ബ്ലഡ് ഷെയർ ചെയ്ത് അവർ ബ്ലഡ് ബ്രദേഴ്സ് ആകുന്നു. ഹാരി ഡെത്ത് നോട്ടീസ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷെല്ലി അവിടേക്ക് വരുന്നുണ്ട്. അവർ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഷെല്ലി പറയുന്നുണ്ട് ഡ്രൈവിംഗിൽ ഇരുന്ന് സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹാരി ഒന്നും മിണ്ടുന്നില്ല. അവൾ തിരിച്ചു പോകാൻ നേരം ഹാരി പറയുന്നുണ്ട് ബിങ്കോ കളിക്കാൻ ചർച്ചിൽ പോകാൻ വരുന്നോ എന്ന്. അവളും ഓക്കെ പറയുന്നു. വേദ വീട്ടിലൂടെ നടക്കുമ്പോൾ ഷെല്ലി ലിപ്സ്റ്റിക് ഇടുന്നത് കാണുമ്പോൾ ഷെല്ലി അവൾക്കും മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നു. വേദ മേക്കപ്പ് ഒക്കെ ഇട്ട് തോമസിന്റെ അടുത്ത് വന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ നിന്റെ ചുണ്ട് മുറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അവൾ അത് ലിപ്സ്റ്റിക് ആണെന്ന് പറയുന്നു. പിന്നീട് അവർ സൈക്കിൾ എടുക്കാൻ ഗ്യാരേജിൽ വരുന്നുണ്ട്. എന്നാൽ സ്ട്രീമർ മിസ്സായതുകൊണ്ട് അവർ അവിടെ തപ്പുന്നു. അവിടെ വെച്ച് വേദയുടെ അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ കിട്ടുന്നു. അവൾ ആ ഫോട്ടോയും എടുത്ത് തിരിച്ചു പോകുന്നു. ഹാരി ഷെല്ലിയുടെ കൂടെ ഡേറ്റിന് പോകാൻ ഒരുങ്ങുകയാണ്. ഹാരിയുടെ ബ്രദർ അവിടേക്ക് വരുന്നുണ്ട്. ഭാര്യ മരിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ഹാരി ഡേറ്റിന് പോകുന്നത്. ഇക്കാലത്ത് ഡേറ്റിന് പോകുമ്പോൾ എങ്ങനെ പെരുമാറണമെന്നുള്ള അഡ്വൈസ് ഹാരിക്ക് ചേട്ടൻ കൊടുക്കുന്നു. ഹാരി പോകുന്ന വഴി വേദയെ കാണുന്നുണ്ട്. ഹാരി എന്തിനാ ബിങ്കോ കളിക്കാൻ ഒരുങ്ങി പോകുന്നത്, ഞാനും വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് വേദ. ഹാരി ഷെല്ലിയുടെ കൂടെയാണ് ഞാൻ പോകുന്നത്, നീ ഇവിടെ അമ്മൂമ്മയുടെ കൂടെ നിന്നോളാൻ പറഞ്ഞ് പോകുന്നു. വേദയും അച്ഛൻ പോയ പുറകെ വീടിന് വെളിയിലിറങ്ങി തോമസിന്റെ അടുത്ത് വരുന്നു. ചെറുക്കൻ പാരന്റ്സിന്റെ കൂടെ TV കണ്ടു
പോയിക്കൊണ്ടിരിക്കുകയാണ്. വേദയെ കണ്ട് അച്ഛനും അമ്മയും അറിയാതെ വരുന്നുണ്ട്. അവൾ ചർച്ചിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അമ്മ അറിഞ്ഞാൽ എന്നെ അടിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാലും വേദ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഹാരിയും ഷെല്ലിയും അവിടെ ഇരിക്കുന്നുണ്ട്. പിള്ളേരും അവിടെ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കിസ് ചെയ്യാൻ വരുന്നു. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരുന്ന വേദ ബിങ്കോ എന്ന് ഉറക്കെ അലയ്ക്കുന്നു. അവരുടെ ശ്രദ്ധയും മാറുന്നു. എല്ലാവരും ഇതാരെ ബിങ്കോ വിളിച്ചതെന്ന് പറഞ്ഞ് നോക്കുന്നു. അങ്ങനെ ഇത് പറഞ്ഞ് അവിടെയുള്ള രണ്ട് അപ്പൂപ്പന്മാർ പടക്കാകുമ്പോൾ പിള്ളേരും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. വേദ റൂമിൽ വന്ന് കിടക്കുമ്പോൾ ഷെല്ലിയും ഹാരിയും വരുന്ന സൗണ്ട് കേട്ട് ജനലിലൂടെ നോക്കുന്നുണ്ട്. ഷെല്ലിയുടെ ക്യാമ്പർ കാണാൻ ഹാരി അവിടേക്ക് കയറുന്നുണ്ട്. ഹാരി അവിടെയെല്ലാം നോക്കുമ്പോൾ ഷെല്ലി അവനോട് ഡാൻസ് കളിക്കുന്നോ എന്ന് ചോദിക്കുന്നു. അവർ അങ്ങനെ ഡാൻസ് കളിച്ച് കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഹാരി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇതെല്ലാം കണ്ട് വേദ ജനലിന്റെ അടുത്ത് നിൽപ്പുണ്ട്. അടുത്ത ദിവസം റൈറ്റിംഗ് ക്ലാസ് ആണ് കാണിക്കുന്നത്. എല്ലാവരും വട്ടത്തിലിരുന്ന് കൈപിടിച്ച് മെഡിറ്റേഷൻ ചെയ്യുകയാണ്. നമ്മുടെ കൊച്ചിന് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. എല്ലാവരും അടുത്തിരിക്കുന്നവരുടെ ഓരോ ഫീൽ ചെയ്തു അവർ എന്താ പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്നൊക്കെ പറയുമ്പോൾ വേദ അടുത്തിരിക്കുന്ന ആളുടെ ഹാങ്നെയില് മാത്രമാണ് ഫീൽ ചെയ്തതെന്ന് പറയുന്നു. അവരെല്ലാം ഒന്നുകൂടി മെഡിറ്റേഷൻ ചെയ്യുന്നു. വേദ രാത്രിയിൽ ഉറങ്ങുമ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് കൈപിടിച്ച് അമ്മൂമ്മ എന്താ ഫീൽ ചെയ്യുന്നതെന്നറിയാൻ പറ്റുമോ എന്ന് നോക്കുന്നു. വേദയും ഹരിയും ഷോപ്പിംഗ് ചെയ്യുകയാണ്. അവിടെ വെച്ച് ഷെല്ലിയെ കാണുന്നുണ്ട്. ഹാരി ഷെല്ലിയോട് സംസാരിച്ചു പോകുമ്പോൾ വേദ ഇടയ്ക്ക് ശല്യം ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വേദ ഇത് വേണോ എന്ന് ചോദിച്ചു വരുമ്പോൾ ഹാരി നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറയുന്നു. കൊച്ചും കാണുന്നതെല്ലാം വാരിയിടുന്നുണ്ട്. പിന്നീട് ഇവരെല്ലാം ഒരുമിച്ചിരിക്കുമ്പോൾ രണ്ടുപേര് വന്ന് ഷെല്ലിയുടെ ക്യാമ്പർ നോക്കുന്നുണ്ട്. അത് ഷെല്ലിയുടെ എക്സ് ഹസ്ബൻഡ് ആണ്. അയാൾ ഇവർ ഇരിക്കുന്നിടത്ത് വന്ന് ഷെല്ലിയുടെ ക്യാമ്പർ വേണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുമ്പോൾ ഹാരി അവനെ അടിച്ച് വിരട്ടി വിടുന്നുണ്ട്. വേദയും ഇത് കണ്ട് എന്റെ അച്ഛൻ ഇത്ര കൂളാണോ എന്ന് അങ്കിളിനോട് ചോദിക്കുന്നു. വേദ അടുത്ത ദിവസം വീണ്ടും ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ട് ചിക്കൻ ബോൺ തൊണ്ടയിൽ കുടുങ്ങി എന്ന് പറഞ്ഞ് ഡോക്ടറിനെ കൊണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടറും ഒന്നുമില്ലെന്ന് പറയുമ്പോൾ വേദ നിങ്ങൾ ശരിക്കും ഡോക്ടറാണോ എന്ന് ചോദിക്കുന്നു. നേഴ്സിന്റെ അടുത്തിരിക്കുന്ന തോമസിനോട് നേഴ്സ് വേദയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തോമസ് അവളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ഡെഡ് ബോഡിയൊക്കെ കണ്ടിട്ട് അവൾ പേടിച്ചിട്ടാണ്. അവളും അവരിൽ ഒരാളായാൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. നേഴ്സ് അവന് വാട്ടർ നിറച്ചൊരു സിറിഞ്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് പിള്ളേരെ തിരിച്ചു പോകുന്നുണ്ട്. കാട്ടിലൂടെ അവർ എന്നും ഇരിക്കുന്ന പുഴയുടെ തീരത്തേക്ക് പോകുന്ന വഴിക്ക് ചെറുക്കൻ വഴിയിൽ കാണുന്ന തേനീച്ചക്കൂട്ടിൽ നേഴ്സ് കൊടുത്ത സിറിഞ്ചിൽ വെള്ളം നിറച്ച് തേനീച്ചക്കൂടിന്റെ നേരെ ചീറ്റുന്നു. പിന്നീട് കല്ലെടുത്തെറിഞ്ഞ് ആ കൂട് താഴെയിടുന്നുണ്ട്. അപ്പോൾ വേദയുടെ മൂഡ്രിങ്ങും താഴെ വീഴുന്നു. പിള്ളേര് അത് തപ്പുമ്പോൾ തേനീച്ച വരുന്നത് കണ്ട് രണ്ടുപേരും ജീവനും കൊണ്ട് ഓടി കുത്തു കിട്ടാതിരിക്കാൻ ആറ്റിൽ ചാടുന്നുണ്ട്. പിന്നീട് വേദ തിരിച്ചു വരുമ്പോൾ ഹാരി അവളോട് കാർന്നുവലിഞ്ഞു പോകാൻ റെഡിയാകാൻ പറയുന്നു. ഷെല്ലിയും വരുന്നുണ്ടെന്ന് പറയുമ്പോൾ കൊച്ചിന്റെ മുഖം വാടുന്നു. അവിടെ വെച്ച് ഗെയിം കളിച്ച് വേദയ്ക്ക് ഒരു മെയിനെ കിട്ടുന്നുണ്ട്. വേദയ്ക്ക് കിട്ടിയ മീനെ ഷെല്ലി നോക്കുമ്പോൾ അവളുടെ കയ്യിൽ കിടക്കുന്ന റിങ് കണ്ടിട്ട് വേദ ചോദിക്കുന്നു ഇത് എവിടുന്ന് കിട്ടിയത്, ഇത് കൊള്ളാമല്ലോ എന്ന്. അങ്ങനെ ഷെല്ലിയും ഹാരിയും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്ന് വേദ അറിയുന്നു. ഈ വിവരം കേട്ട് വേദയുടെ കയ്യിൽ നിന്ന് മീൻ താഴെ വീഴുന്നുണ്ട്. അവൾ മീനെ എടുത്ത് ഇവർ പറയുന്നത് ശ്രദ്ധിക്കാതെ നിനക്കൊന്നും പറ്റില്ല, ഞാൻ നിന്നെ മാറ്റി വാങ്ങില്ല എന്ന് പറയുന്നു. പിന്നീട് അവർ നടന്നു പോകുമ്പോൾ ഷെല്ലി ബമ്പർ കാഴ്സിൽ കയറണമെന്ന് പറയുമ്പോൾ വേദയും അവളുടെ കൂടെ പോകുന്നു. വേദയും ഷെല്ലിയും ഓടി കാറിൽ കയറുന്നുണ്ട്. എന്നാൽ വേദ ആ കാർ വെച്ച് ഷെല്ലിയെ വീണ്ടും ഇടിക്കുകയാണ്. ഷെല്ലിയും ഇതെന്താണെന്ന് നോക്കുന്നുണ്ട്. അടുത്ത ദിവസം വേദ തോമസിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോകുക, കാലിഫോർണിയയിലേക്ക് പോകുകയാണ് എന്ന് പറയുന്നു. അവർ കുറെ നേരം സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. തോമസ് അവിടെ സൈക്കിൾ നിർത്തിയിട്ട് നീ ഇനി എന്താ കാര്യമെന്ന് പറയാതെ ഞാൻ മുന്നോട്ട് പോകുകയില്ല, കുറെ നേരമായി നമ്മൾ ഇവിടെ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. വേദയും ഷെല്ലി ഹാരിയും തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുകയാണെന്ന് തോമസിനോട് പറയുന്നു. അവർ ഒരു മരത്തിൽ കയറിയിരിപ്പുണ്ട്. തോമസ് വേദയോട് തിരിച്ചു പോകാം, അല്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് വിഷമമാകുമെന്ന് പറയുമ്പോൾ വേദ തോമസിനോട് നീ പൊക്കോളാൻ പറയുന്നു. തോമസ് അവളെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ വരുന്നില്ല. തോമസ് വീട്ടിലേക്ക് പോകുന്നു. കൊച്ചു കുറെ നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ തിരിച്ചു വരുമ്പോൾ മുത്തശ്ശിയും അച്ഛനും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ വേദ വളരെ ടെൻഷനായിട്ട് അച്ഛനെ വിളിച്ച് ഓടി വരുന്നുണ്ട്. ഷെല്ലി വേദയോട് എന്താ എന്നോട് പറയാൻ പറയുമ്പോൾ ഞാനിപ്പോൾ മരിക്കും, എനിക്ക് ഹെമറേജ് ആണ് എന്ന് പറയുന്നു. ഹെമറേജ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ബ്ലീഡിംഗ് ഡിസീസ് ആണ്. ഷെല്ലി അവളോട്
എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ വേദ കാര്യം പറയുന്നു. വേദയ്ക്ക് പീരീഡ്സ് ആയതായിരുന്നു. ഷെല്ലി അവൾക്ക് അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേദ, ഇതെന്താ പെൺപിള്ളേർക്ക് മാത്രം ഇങ്ങനെ, ആൺപിള്ളേർക്ക് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, എല്ലാം പെൺപിള്ളേർക്ക് മാത്രമാണെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ തോമസ് അവിടേക്ക് വരുന്നു. വേദ താഴേക്ക് ഇറങ്ങി വന്ന് അവനോട് ഇവിടെ നിന്ന് പോ, 5-7 ദിവസം കഴിയാതെ ഇവിടെ വരല്ലെന്നും പറഞ്ഞ് തിരിച്ചു വീട്ടിൽ കയറി പോകുന്നു. പാവം ചെറുക്കനെ തള്ളിയിട്ട് അവൻ എന്താ സംഭവം മനസ്സിലാകാതെ അവിടെ ഇരിക്കുകയാണ്. അടുത്ത ദിവസം വേദയുടെ വീട്ടിൽ ഒരാളുടെ ഫ്യൂണറൽ നടക്കുകയാണ്. വേദ ഹാരിയും ഷെല്ലിയും നിന്ന് സംസാരിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശി ഫ്യൂണറൽ ഹാളിലേക്ക് വന്ന് പാട്ട് പാടുന്നു. വേദ ഇത് കേട്ടിട്ടും മൈൻഡ് ആക്കാതെ റൂമിൽ കയറി ഡോർ ക്ലോസ് ചെയ്യുന്നു. ഹാരിയും ഷെല്ലിയും വന്ന് മുത്തശ്ശിയെ അവിടെ നിന്ന് കൂട്ടിപ്പോകുന്നു. ഹാരി വേദിയോട് നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് മുത്തശ്ശിയെ നോക്കേണ്ടതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ കൊച്ചും ദേഷ്യപ്പെട്ടിറങ്ങി പോകുന്നുണ്ട്. പിള്ളേര് രണ്ടുപേരും ലേക്കിന്റെ അടുത്തിരിക്കുകയാണ്. വേദ അവൾ വലുതാകുമ്പോൾ ബിക്സ്ലറിനെ കല്യാണം കഴിക്കുമെന്ന് പറയുമ്പോൾ തോമസ്, നിനക്ക് ടീച്ചറിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അത് നിയമത്തിനെതിരെയാണ്, നീ അയാളെ കല്യാണം കഴിച്ചാൽ അയാൾ നിനക്ക് എ ഗ്രേഡ് എല്ലാം ഇട്ടു തരുമെന്ന് പറയുന്നു. പിന്നീട് വേദ എല്ലാരും ഇങ്ങനെ കിസ് ചെയ്യുന്നത് എന്താ വലിയ സംഭവമായിട്ട് കാണുന്നത്, നമുക്ക് കിസ് ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിക്കുന്നു. കൂടെ ആരോടും പറയരുതെന്നും പറയുന്നുണ്ട്. പിള്ളേര് കയ്യിലൊക്കെ കിസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർ അങ്ങനെ കിസ് ചെയ്യുന്നു. തോമസ് മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര സൈലന്റ് ആണ്. എന്തെങ്കിലും പറയാൻ പറയുമ്പോൾ തോമസ് എണ്ണീറ്റ് നിന്ന് പ്ലഡ്ജ് പറയുന്നു. പിള്ളേര് തിരിച്ചു വരുമ്പോൾ ഇതാരോടും പറയില്ലെന്ന് പരസ്പരം പറയുന്നുണ്ട്. വേദ പോകുമ്പോൾ തോമസ് അവളോട് ബിക്സ്ലറിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ പറ്റി ആലോചിക്കാമോ എന്ന് ചോദിക്കുന്നു. വേദയും നോക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ചെക്കനും സന്തോഷമാകുന്നുണ്ട്. തോമസ് വേദയുടെ കളഞ്ഞുപോയ റിംഗ് അന്വേഷിച്ച് തിരിച്ച് കാട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ച് അന്ന് തറയിൽ വീണ തേനീച്ച കൂട്ടിൽ ചവിട്ടുന്നുണ്ട്. അവൻ അവിടെയെല്ലാം തപ്പി അവസാനം മോതിരം കിട്ടുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വന്ന തേനീച്ച തോമസിനെ കുത്തുന്നു. വേദയുടെ വീട്ടിൽ ഒരു പോലീസുകാരൻ ഹാരിയോട് എന്തോ പറയുന്നുണ്ട്. അച്ഛൻ വേദയുടെ അടുത്ത് വന്ന് തോമസിനെ തേനീച്ച കുത്തി എന്ന് പറയുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളത് തേനീച്ചയോട് കളിക്കാൻ നിൽക്കില്ലെന്ന്, അവന്റെ അടുത്ത് പോയിട്ട് ഞാൻ വഴക്ക് പറയാമെന്ന് പറയുന്നു. എന്നാൽ ഹാരി സങ്കടപ്പെട്ടുകൊണ്ട് അവന് തേനീച്ചകളോട് അലർജിയാണ്, അത് ഒരുപാടുണ്ടായിരുന്നു, അവൻ ഓക്കെ അല്ല എന്ന് പറഞ്ഞ് അവൻ മരിച്ച കാര്യം വേദയെ അറിയിക്കുന്നു. വേദ വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറിന്റെ അടുത്ത് ഓടി വന്ന് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, തേനീച്ച കുത്തി, എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നു. ഡോക്ടറും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വേദയുടെ വീട്ടിലേക്ക് അന്ന് 3 പിള്ളേര് കളിയാക്കിയപ്പോൾ ഒരു കൊച്ച് അവളെ നോക്കിപ്പോയില്ലേ, ആ കുട്ടി വരുന്നു. അവളുടെ പേര് ജൂഡി എന്നാണ്. ഷെല്ലി വേദ ഓക്കെ അല്ല, അവൾ ആരോടും മിണ്ടുന്നില്ല, അവൾ കുറച്ചുനാൾ കഴിഞ്ഞ് ഓക്കെ ആകുമെന്ന് പറയുമ്പോൾ ജൂഡി ഞാൻ വന്നിരുന്നു എന്ന് അവളോട് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു പോകുന്നു. അടുത്ത ദിവസം തോമസിന്റെ ഫ്യൂണറലാണ്. ഷെല്ലി വേദയെ വിളിക്കുന്നുണ്ട് താഴേക്ക് വരാൻ. പിന്നീട് ഷെല്ലി ഹാരിയുടെ അടുത്തേക്ക് വന്ന് വേദയെ പറ്റി പറയുന്നു. വേദയെ കുറച്ചുകൂടി നോക്കണം, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് മരിച്ചത്, അവൾക്ക് ആകെ 11 വയസ്സുള്ളൂ എന്ന് പറയുന്നു. പിന്നീട് അവർ ഫ്യൂണറൽ നടക്കുന്ന ഇടത്തേക്ക് പോകുന്നു. ഫ്യൂണറൽ സെറിമണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വേദ വന്ന് തോമസിന്റെ കണ്ണാടി എന്തിയെ, അതില്ലാതെ അവന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കരയുന്നു. ഷെല്ലിയും ഹാരിയും പിടിച്ചു മാറ്റാൻ വരുമ്പോൾ അവൾ അവിടെ നിന്നിറങ്ങി ഓടി ബിക്സ്ലറിന്റെ അടുത്തേക്ക് വന്ന് എനിക്കൊരു കാര്യം പറയണമെന്ന് പറയുന്നു. അന്ന് റൈറ്റിംഗ് ക്ലാസ്സിൽ വന്നപ്പോൾ മനസ്സിലുള്ളതെല്ലാം പറയണമെന്ന് പറഞ്ഞില്ലേ, ആ സീക്രട്ട് പറയാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ബിക്സ്ലർ അവളെ അവിടെ ഇരുത്തുമ്പോൾ വേദ അവൾക്ക് സാറിനെ ഇഷ്ടമാണെന്ന് പറയുന്നു. എനിക്ക് വീട്ടിൽ തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സാറിന്റെ വീട്ടിൽ നിന്നൊരു പെണ്ണിറങ്ങി വരുന്നു. സാറ് അത് സൂസൻ ആണ്, ഞാൻ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ വേദ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ലേക്കിന്റെ അടുത്ത് വന്ന് അവൾ മരത്തിൽ കയറിയിരിപ്പുണ്ട്. വേദയെ കാണാത്തത് കൊണ്ട് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അയാൾ വന്ന് വേദയെ കണ്ടുപിടിച്ചില്ല എന്ന് പറയുമ്പോൾ വേദ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഷെല്ലി അവളുടെ മുടിയൊക്കെ ചീകി കൊടുക്കുമ്പോൾ ഞാൻ ഷെല്ലിയുടെ പൈസ മോഷ്ടിച്ച് റൈറ്റിംഗ് ക്ലാസ്സിൽ ചേർന്നു എന്ന് വേദ പറയുന്നു. ഷെല്ലി അത് കുഴപ്പമില്ല, നീ നിന്റെ ബുക്ക് എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവളെ ബെഡിൽ കിടത്തി ഗുഡ് നൈറ്റ് കിസ്സും കൊടുത്ത് പോകുന്നു. ഹാരി വീട്ടിൽ വരുമ്പോൾ വേദയുടെ അടുത്ത് വരുന്നുണ്ട്. വേദ ഞാനാണോ അമ്മയെ കൊന്നതെന്ന് ചോദിച്ച് അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ ഹാരിക്ക് കൊടുക്കുന്നു. നിന്റെ തെറ്റല്ല അമ്മ മരിച്ചത്, ഇങ്ങനെയുള്ളത് നടക്കുന്നത് ആരുടെയും തെറ്റല്ല എന്നും എന്നോട് ക്ഷമിക്കണം നിന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എന്നും പറഞ്ഞു പോകുന്നു. വേദ വരുമ്പോൾ തോമസ് അവൾക്ക് വേണ്ടി കരുതിയ ഒരു റിംഗ് വേദയ്ക്ക് അമ്മ കൊടുക്കുന്നു. അത് വേദയുടെ കയ്യിലുണ്ടായിരുന്ന മൂഡ് റിംഗിന്റെ നീല കളറുള്ള കല്ലുള്ള മോതിരമായിരുന്നു. വേദ അമ്മയോട് തോമസിനെ പറ്റി വിഷമിക്കണ്ട, അവനെ എന്റെ അമ്മ നോക്കിക്കോളും
മാറുമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ബിക്സ്ലറിന്റെ ക്ലാസ് ആണ്. വേദ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. അവൾ തോമസിന് വേണ്ടി അവൾ എഴുതിയ ഒരു കവിത വായിക്കുന്നു. പിന്നീട് അവൾ പുത്തൻ ഫ്രണ്ടായ ജൂഡിയുടെ കൂടെ പോകുന്നത് കാണിച്ച് ഈ സിനിമ തീരുകയാണ്. എങ്ങനെയുണ്ട് ഈ സിനിമ? നിങ്ങൾക്ക് ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു സിനിമയുമായി അടുത്ത വീഡിയോയിൽ കാണാം.